ഇരയുമ്മൽ കണ്ണീരതും ചേർത്ത് മണ്ണതിനാലേ അടവാക്കും വിടവിനെ വാറിലേ. കബറടക്കുന്ന മയ്യത്ത് കബറടക്കുന്ന സമയത്തുള്ള വല്ലാത്തൊരു കരൾ പറിച്ചുകൊണ്ട് പോണ ഗാനമാണ്. ഗാനം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. ഗാനം എന്ന് പറഞ്ഞാൽ തുള്ളലൊന്നുമല്ല. ഗാനം എന്ന് പറഞ്ഞാൽ അപസ്മാരളകലുമല്ല. സാധാരണ അപസ്മാരാണെങ്കിൽ ഇരുമ്പ് കയ്യിൽ കൊടുത്താൽ നിൽക്കും. ഇന്നത്തെ ചില അപസ്മാരങ്ങൾക്ക് ഇരുമ്പും ശാന്തിയല്ല എന്നാണ് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അതൊന്നുമല്ല. അതിൻ്റെ അകത്തൊരു ഉള്ളടക്കം ഉണ്ടായിരിക്കണം, അതിനൊരു രചനാ രീതി ഉണ്ടായിരിക്കണം, എഴുതുന്ന ആൾക്ക് പ്രതിഭ, സംഗീതം ചേർക്കുന്ന ആൾക്ക് പ്രതിഭ, പാടുന്ന ആൾക്ക് പ്രതിഭ. പലതിനും സംഗീതം കൊടുത്തത് ബാബുരാജാണ്. പഴയ മാപ്പിളപ്പാട്ട് പലതും കമ്പോസ് ചെയ്തത് ബാബുരാജാണ്. ആ പാട്ടിങ്ങനെ തുടങ്ങുമ്പോൾ അറിയാം, അതിൻ്റെ ആ ഒരു മേളക്കൊഴുപ്പ് തുടങ്ങുമ്പോഴേക്ക് ബാബുരാജ് ടച്ച് വരുന്നത് കാണാം. വലിയ വലിയ ആളുകളാണ് ഇതിനെയൊക്കെ അണിയിച്ചൊരുക്കിയത്. ഇരയുമ്മൽ കണ്ണീരതും ചേർത്ത് മണ്ണതിനാലേ. മണ്ണിൽ കണ്ണീര് കുഴച്ചിട്ട് ആ മണ്ണുകൊണ്ടാണ് ഖബറിൻ്റെ വിടവുകൾ അടക്കുന്നതെന്നാണ് കേട്ടി എഴുതിയത്. ഒട്ടേറെ പേർ വേദിയിലുണ്ട്. എല്ലാവരുടെയും പേര് പറഞ്ഞ് ഞാൻ ദീർഘമായ ഒരു മുഖവുരക്ക് മുതിരുന്നില്ല. വാക്കുകൾ വളരെ ചുരുക്കുന്നതാണ് നല്ലത്. സമയവും വൈകിയിരിക്കുന്നു. ഇനിയും പല പരിപാടികളുണ്ട്. മുനീർ സാഹിബ് സംസാരിക്കാനുണ്ട്. പുരസ്കാര ജേതാവായ ശ്രീ KP രാമനുണ്ണിയുടെ അടക്കം വിലപ്പെട്ട വാക്കുകൾ നമുക്ക് കേൾക്കാനുണ്ട്. മാത്രവുമല്ല, എന്നെപ്പോലുള്ളവരുടെ ജോലി വളരെ ലഘൂകരിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിൽ സാമാന്യം വിസ്തരിച്ച് പുരസ്കാര ജേതാക്കളെക്കുറിച്ചും വേദിയിലുള്ള എല്ലാവരെക്കുറിച്ചും, ഒട്ടേറെ മിക്കവാറും എല്ലാവരെക്കുറിച്ചും നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രിയപ്പെട്ട AK മുസ്തഫ സാഹിബ് കാര്യഗൗരവമുള്ള ഒരു സംസാരം, പ്രഭാഷണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അത് കേട്ടപ്പോൾ എനിക്കും ആശ്വാസം തോന്നി. പുരസ്കാര ജേതാക്കളെക്കുറിച്ച് പറയേണ്ടതൊരു കടമയാണ്. ഇവിടെയാണെങ്കിൽ അത് തന്നെ ധാരാളം സമയമെടുത്തു പോകും. പക്ഷെ അധ്യക്ഷൻ ആ ചുമതല ഭംഗിയായി നിറവേറ്റിയിരിക്കുന്നു. മാത്രവുമല്ല, മറ്റൊരു പ്രയാസം, ഇവരോരോരുത്തരെ പറ്റി പറയാൻ തുടങ്ങിയാൽ ഓരോരുത്തരെക്കുറിച്ചും ഓരോ പ്രഭാഷണം തന്നെ. എൻ്റെ എളിയ രീതിയിൽ തന്നെ ഞാൻ ശ്രീ KP രാമനുണ്ണിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥലോകം, അദ്ദേഹത്തിൻ്റെ രചനാമണ്ഡലം, അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം, അദ്ദേഹത്തിൻ്റെ ഓരോ പുസ്തകങ്ങളിലും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള സാഹിത്യകാരൻ നിലയിലുള്ള സമീപനം, അതിൻ്റെ കരുത്ത്, അതിൻ്റെ ഉള്ളടക്കം എല്ലാം പറയാൻ തുടങ്ങിയാൽ കുറെ കൂടുതൽ പറയേണ്ടി വരും. അതങ്ങനെ അങ്ങ് പോയി. ഡോക്ടർ അനീസ്, നമുക്കറിയാം, അവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ബാപ്പു വെള്ളിപ്പറമ്പുണ്ട്. സമകാലിക മാപ്പിള സാഹിത്യത്തെ, മാപ്പിളപ്പാട്ടിനെ ബാപ്പുവിൻ്റെ പേര് കൂടാതെ അടയാളപ്പെടുത്താനേ സാധിക്കില്ല. അങ്ങനെയുള്ള വലിയ പേരുകൾ. മുക്കം സാജിദ, എനിക്കറിഞ്ഞൂടായിരുന്നു. ഞാൻ മുസ്തഫയോട് ചോദിക്കായിരുന്നു, ആ ദിക്ർ പാടി കിളി എന്ന പാട്ട് പാടിയ ആ കുട്ടിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ മനസ്സിൽ സാജിദ ഇപ്പോഴും കുട്ടിയാണ്. അങ്ങനെ തന്നെയായിരുന്നു വിളയിൽ ഫസീല. അവർ കുട്ടിയായ കാലത്താണ് നമ്മൾ അവരെ കേട്ടു തുടങ്ങിയത്. അവർക്ക് ഞാൻ ഇവിടെ വെച്ചൊരു പുരസ്കാരം നൽകിയത് ഓർക്കുന്നു, ടൗൺ ഹാളിലെ ഈ വേദിയിൽ. അവർ നിര്യാണം പ്രാപിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. അതുപോലെ VMA സലാം സാഹിബ്, ചന്ദ്രശേഖരൻ പുല്ലങ്കോട്, ഇവരൊക്കെ അവാർഡ് ജേതാക്കളാണ്. റഹ്മാൻ തായിലങ്ങാടി എൻ്റെ സുഹൃത്താണ്, വലിയ എഴുത്തുകാരനാണ്. മഹാനായ CHൻ്റെ സഞ്ചാര സാഹിത്യത്തെക്കുറിച്ച് മാത്രം ഒരു പുസ്തകം എഴുതിയിട്ടുള്ള വളരെ പ്രഗത്ഭനായ എഴുത്തുകാരനാണ്. റഹ്മാൻക്ക് എവിടെ എത്തിയിട്ടില്ല. PTM മാനക്കരയുണ്ട്. അഷ്റഫ് താമരശ്ശേരിക്ക് വേണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങി. KP വഹീദ അടുത്ത കാലത്താണ് ഡോക്ടറേറ്റ് നേടിയത്. അവർ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ആ തിരക്കുകൾക്കിടയിലാണ് അവർ ഉന്നത ബിരുദം നേടാനും
അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താനും സന്നദ്ധയായത്, ഇതൊക്കെ വലിയ നേട്ടങ്ങളാണ്. ശ്രീ കെ പി രാമനുണ്ണി മുതലുള്ള ഈ ശ്രേണി വലിയ ശ്രേണിയാണ്. അവരെല്ലാവരെയും ഈ മഹാസദസ്സിന് വേണ്ടി മാപ്പിള കലാ അക്കാദമിക്ക് വേണ്ടി ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. മുനീർ സാഹിബും ഇവിടെ പുരസ്കാരങ്ങൾ നൽകിയിട്ടുണ്ട്. തീർച്ചയായും മുനീർ സാഹിബും അവരെ അനുമോദിക്കും. എല്ലാവരുടെയും അനുമോദനങ്ങൾ ഞാൻ അവരെ അറിയിക്കുകയാണ്. വളരെ വലിയ സന്തോഷമുണ്ട്. ഞാനിവിടെ വലിയ പ്രഭാഷണമൊന്നും ചെയ്യുന്നില്ല. എൻ്റെ സന്തോഷം, ഉള്ളു നിറഞ്ഞ സന്തോഷം എന്നേ എനിക്ക് പറയാനുള്ളൂ. മാത്രമല്ല, എത്ര വലിയ സംസ്കാരമാണ് നിങ്ങൾ കാണിച്ചത്. മാപ്പിള കലാ അക്കാദമി ഇത്ര പേരെ ആദരിക്കുന്നു. ശ്രീ കെ പി രാമനുണ്ണി അതിൻ്റെ അഗ്രിമസ്ഥാനത്തുണ്ട്. ബാപ്പു വെള്ളിപ്പറമ്പ് മുതൽ പേരുണ്ട്. എല്ലാവരെയും നിങ്ങൾ ആദരിക്കുന്നു. ഓരോരുത്തർക്കും നിങ്ങൾ നൽകുന്ന പുരസ്കാരത്തിന് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പേര് അത് ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കാൻ നമ്മെ സജ്ജരാക്കുന്നതാണ്. കണ്ണ് നനയിപ്പിക്കുന്ന പേരുകൾ ആ കൂട്ടത്തിലുണ്ട്. പറയാതിരിക്കാൻ നിർവാഹമില്ല. ശ്രീ കെ പി രാമനുണ്ണിക്ക് നാം നൽകുന്ന പുരസ്കാരം PH പേരിലുള്ളതാണ്. PH അബ്ദുള്ള സാഹിബ്. അടുത്ത കാലത്താണ് അദ്ദേഹം വിട പറഞ്ഞത്. അദ്ദേഹത്തെക്കുറിച്ച് പറയാതെ ഇവിടെ 2 വാക്ക് പറയാനോ ഈ വേദിയിൽ വന്ന് നിൽക്കാനോ എനിക്കെന്നല്ല, നമുക്കാർക്കും സാധിക്കില്ല. നമ്മുടെ ഓർമ്മയിലൊക്കെ ഉണ്ട്. സാത്വികനായ ഒരു മനുഷ്യൻ, ജീവിതത്തിലെ പ്രയാസങ്ങളെ മുഴുവൻ തൻ്റെ കർമ്മത്തിൻ്റെ ഊർജം കൊണ്ട് നേരിട്ട് തോൽപ്പിച്ച ഒരു മഹാവ്യക്തി, സ്നേഹസമ്പന്നൻ, സഹൃദയൻ എല്ലാമായിരുന്നു PH. PHൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്ന ചടങ്ങിൽ, PHന് നിര്യാണശേഷം അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിൽ ഒക്കെ പങ്കെടുത്തവരിൽപ്പെട്ട ആളാണ് ഞാൻ. നിങ്ങൾ പലരും പങ്കെടുത്തു കാണും. PH ജീവിതം മുഴുവനും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി. ഇവിടെ ഇപ്പോൾ കെ പി രാമനുണ്ണി അവർക്ക് നാം നൽകുന്ന പുരസ്കാരം മാനവമൈത്രിയാണ്. ആ മാനവമൈത്രി ഒക്കെ തന്നെയായിരുന്നു, അതായിരുന്നു PHൻ്റെ മാർഗം. ഒരിക്കലും അകൽച്ചയുണ്ടാക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ നടത്തിയവർ ഈ കൂട്ടത്തിൽ ആരുമില്ല. ശരിക്കും സൗഹൃദത്തിൻ്റെ ചരിത്രമാണ്, സംസ്കാരമാണ്, പാരമ്പര്യമാണ്. അതുപോലെ പലരുടെയും പേര് മുസ്തഫ പറഞ്ഞു. അതിൽ നിങ്ങൾ ആ പഴമക്കാരെ നിങ്ങൾ ഓർക്കുന്നുവെന്നത്, ആദരിക്കുന്നുവെന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ സംസ്കാരത്തെയാണ് കാണിക്കുന്നത്. അതിന് പ്രത്യേകം മാപ്പിള കലാ അക്കാദമിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു എന്ന് ഞാൻ പറയില്ല. ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു എന്ന് ഞാൻ പറയും. എത്രയോ മഹാരഥന്മാർ കടന്നുപോയ മേഖലയാണ് നമ്മുടെ സാഹിത്യം, നമ്മുടെ സംസ്കാരം. അതിൽ പലരുണ്ട്. ഇവിടെ പറയപ്പെട്ടവരുണ്ട്, പറയപ്പെടാത്തവരുണ്ട്. എല്ലാം കൂടി കഴിഞ്ഞെന്ന് വരില്ല. ഇവിടെ ഉബൈദ് സാഹിബിനെ, പുന്നയൂർക്കുളം ബാപ്പുവിനെ, ആബുവിനെ, അബു സാഹിബിനെ ഒക്കെ അധ്യക്ഷ പ്രസംഗത്തിൽ ഓർത്തു. എനിക്ക് തന്നെ എന്തൊക്കെ ഓർമ്മകളുണ്ട്, നിങ്ങൾക്കൊക്കെ എന്തൊക്കെ ഓർമ്മകളുണ്ടായിരിക്കും. ഈ ടൗൺ ഹാളിൽ തന്നെ വന്ന് നിൽക്കുമ്പോൾ എത്രയോ മാപ്പിള സാഹിത്യത്തിലെ പ്രമുഖരെ, വലിയവരെ ആദരിച്ച് അതിൻ്റെ ഓർമ്മകൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. വിളയിൽ ഫസീലയുടെ ഞാനിവിടെ സൂചിപ്പിച്ചു. അവരെയൊന്നും മറക്കാവതല്ല, ആരെയും മറക്കാവതല്ല. നമ്മുടെ പൊതു സംസ്കാരം രൂപപ്പെടുത്തിയതിൽ അവരൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് രാജ്യത്തിനാവശ്യമാണ്. കൊടുത്തും വാങ്ങിയും നുകർന്നും പകർന്നും നാം കെട്ടിപ്പടുത്ത ജീവിതമാണ്, ഒന്നിച്ച് കെട്ടിപ്പടുത്ത ജീവിതമാണ്. ആ കെട്ടിപ്പടുക്കുന്ന പ്രക്രിയയിൽ കലയും സാഹിത്യവും രാഷ്ട്രീയവും സംസ്കാരവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൻ്റെ അടയാളങ്ങളാണ് ഇവരെല്ലാവരും. ഇവരൊക്കെ അതിൻ്റെ ആത്മാംശങ്ങളാണ്. ഇവിടെ മുനീർ സാഹിബ് ഇവിടെ ഇരിക്കുന്നു. അദ്ദേഹം അവാർഡ് കൊടുത്ത വ്യക്തിത്വമാണ്. പക്ഷേ മുനീർ സാഹിബിലൂടെ നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ്? എത്ര നിലാവ് കാണുന്നു,
CH ആണത്. ഇതിൻ്റെ ഒക്കെ പിറകിൽ ഇതൊക്കെ ഒറ്റ വാക്കിൽ ചുരുക്കി പറഞ്ഞാൽ ഈ സാഹിത്യം, ഈ സംസ്കാരം, ഈ സൗന്ദര്യം, ഈ സംഗീതം, ഈ ഗാനം, ഈ കവിത, ഈ സഹൃദയത്വം, ഇതൊക്കെ ഒരു വാക്കിൽ ചുരുക്കി പറഞ്ഞാൽ അത് CH മുഹമ്മദ് കോയ സാഹിബ്. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്ന CH, ഇതിനെയൊക്കെ പരിപോഷിപ്പിച്ച CHൻ്റെ ഒരു കാലഘട്ടം വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. ഇതിൻ്റെയൊക്കെ ചരിത്രത്തിൽ ഇതിലൊക്കെ CH ഉണ്ട്. ടി ഉബൈദിനെ കുറിച്ച് പറയുമ്പോൾ CH മുഹമ്മദ് കോയ സാഹിബിനെ കുറിച്ച് പറയേണ്ടി വരും. എത്രമാത്രമാണ് ഉബൈദിനെ CH മുഹമ്മദ് കോയ സാഹിബ് സ്നേഹിച്ചതും അംഗീകരിച്ചതും ആദരിച്ചതും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, അങ്ങനെ നീട്ടിപ്പരത്തി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. എന്നെ പോലുള്ളൊരു എളിയ മനുഷ്യന് തന്നെ മാപ്പിള സാഹിത്യത്തിലെ എത്ര വലിയവരെ, ഞാനിങ്ങനെ എൻ്റെ പ്രദേശമായ കോട്ടക്കലിൽ നിന്ന് കോഴിക്കോട്ടേക്കോ മറ്റോ പോകുമ്പോൾ വഴിവക്കത്ത് നിന്നിരുന്ന AV മുഹമ്മദ് സാഹിബിനെ, ഈ നാട് കണ്ട ഏറ്റവും വലിയ മാപ്പിള ഗായകരിൽ മുൻ വരിയിൽ നിൽക്കുന്ന, ശബ്ദം കൊണ്ട് ഒക്കെ ആലാപന സിദ്ധി കൊണ്ട് ഒക്കെ മുന്നണിയിൽ നിൽക്കുന്ന AV എന്ന് പറഞ്ഞാൽ മതി. എന്താണ് ആ പാട്ട്? കേരളത്തിൻ്റെ റഫി എന്ന് വരെ അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു. ഒട്ടും അതിശയോക്തിയില്ല. കേരളത്തിൻ്റെ മുഹമ്മദ് റഫി. ആ തിരൂരങ്ങാടി AK മുസ്തഫയുടെ നാടാണ്, അഭിമാനമാണ്. എത്ര ആളുകളെയാണ് ഒരു തിരൂരങ്ങാടി മാത്രം ഉൽപ്പാദിപ്പിച്ചത്? ഒറ്റ പ്രദേശം മാത്രം എടുത്തു നോക്കിയാൽ അവിടെ തന്നെയാണ് KT മുഹമ്മദ് കുട്ടി, അവിടെ തന്നെയായിരുന്നു KT മുഹമ്മദ് ഗാനം രചയിതാവ്, അവിടെ തന്നെയായിരുന്നു KT മൊയ്തീൻ. കൂട്ടത്തിൽ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, അവരൊന്നും കാര്യമായ പുരസ്കാരങ്ങളോ ബഹുമതികളോ ആദരങ്ങളോ നേടാതെയാണ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത്. അതിനവർ അർഹരാകാത്തത് കൊണ്ടല്ല, അതിനൊന്നുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ അവരെയൊക്കെ ആ രീതിയിൽ കാണാനും അംഗീകരിക്കാനുമുള്ള ഒരു ചുറ്റുപാടുമുണ്ടായിരുന്നില്ല. KT മൊയ്തീന് ഞാനാണ് ഒരിക്കലൊരു പുരസ്കാരം കൊടുത്ത് അദ്ദേഹം വിട പറയുന്നതിന് അല്പം മുമ്പ്. എത്ര പാട്ടുകളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ബാപ്പുവൊക്കെയുള്ള വേദിയാണിത്. പരൻവിധി ചുമ്മായിട്ട് അദ്ദേഹം എഴുതിയതാണ്. എന്താണ് ആ കവിത? ഇരയുമ്മൽ കണ്ണീരതും ചേർത്ത് മണ്ണതിനാലേ അടവാക്കും വിടവിനെ വാറിലേ. കബറടക്കുന്ന മയ്യത്ത് കബറടക്കുന്ന സമയത്തുള്ള വല്ലാത്തൊരു കരൾ പറിച്ചുകൊണ്ട് പോണ ഗാനമാണ്. ഗാനം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. ഗാനം എന്ന് പറഞ്ഞാൽ തുള്ളലൊന്നുമല്ല. ഗാനം എന്ന് പറഞ്ഞാൽ അപസ്മാരളകലുമല്ല. സാധാരണ അപസ്മാരാണെങ്കിൽ ഇരുമ്പ് കയ്യിൽ കൊടുത്താൽ നിൽക്കും. ഇന്നത്തെ ചില അപസ്മാരങ്ങൾക്ക് ഇരുമ്പും ശാന്തിയല്ല എന്നാണ് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അതൊന്നുമല്ല. അതിൻ്റെ അകത്തൊരു ഉള്ളടക്കം ഉണ്ടായിരിക്കണം, അതിനൊരു രചനാ രീതി ഉണ്ടായിരിക്കണം, എഴുതുന്ന ആൾക്ക് പ്രതിഭ, സംഗീതം ചേർക്കുന്ന ആൾക്ക് പ്രതിഭ, പാടുന്ന ആൾക്ക് പ്രതിഭ. പലതിനും സംഗീതം കൊടുത്തത് ബാബുരാജാണ്. പഴയ മാപ്പിളപ്പാട്ട് പലതും കമ്പോസ് ചെയ്തത് ബാബുരാജാണ്. ആ പാട്ടിങ്ങനെ തുടങ്ങുമ്പോൾ അറിയാം, അതിൻ്റെ ആ ഒരു മേളക്കൊഴുപ്പ് തുടങ്ങുമ്പോഴേക്ക് ബാബു രാജ് ടച്ച് വരുന്നത് കാണാം. വലിയ വലിയ ആളുകളാണ് ഇതിനെയൊക്കെ അണിയിച്ചൊരുക്കിയത്. ഇരയുമ്മൽ കണ്ണീരതും ചേർത്ത് മണ്ണതിനാലേ, മണ്ണിൽ കണ്ണീര് കുഴച്ചിട്ട് ആ മണ്ണുകൊണ്ടാണ് ഖബറിന്റെ വിടവുകൾ അടക്കുന്നതെന്നാണ് KT എഴുതിയത്. നമ്മൾ മൗനികളായി പോകും അതിൻ്റെ മുമ്പിൽ. ഖബറാണത്. ഒരിക്കൽ ഒരു മാപ്പിള സാഹിത്യ സെമിനാറിൽ ബാലകൃഷ്ണൻ വള്ളിക്കുന്ന്, മാപ്പിള സാഹിത്യത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യനാണ്. മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല മാപ്പിള സാഹിത്യത്തെ പരിപോഷിപ്പിച്ചത്. ഇതൊക്കെ ബഹുസ്വരമാണ്. മാപ്പിള സാഹിത്യത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയാൻ വിട്ടുപോകാൻ പാടില്ലാത്ത പേരാണ് P. ഭാസ്കരൻ.
അതുപോലെ ബാലകൃഷ്ണൻ വള്ളിക്കുന്ന്. ബാലകൃഷ്ണൻ മാഷ് ഒരിക്കൽ പറഞ്ഞു പ്രസംഗത്തിൻ്റെ ഇടയിൽ, ആ കവിത ഒന്നാം തരാണ് ആ പാട്ട്, പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടില്ല. ഖബറെന്ന ഭയങ്കര വീട്ടിലെന്നാണ് കേട്ടി എഴുതിയത്. വീടെങ്ങനെ ഭയങ്കരമാവും? അപ്പം ഞാൻ എൻ്റെ സംസാരത്തിൽ ബാലകൃഷ്ണൻ മാഷോട് ആദരപൂർവ്വം പറഞ്ഞു, മാഷേ അത് ഖബറിനെ കുറിച്ചുള്ള ഇസ്ലാമിക വിശ്വാസം ഉൾക്കൊള്ളുമ്പോൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ മാഷക്ക് മനസ്സിലാവും ഖബറൊരു ഭയങ്കര വീടായിട്ടാണ്, മരണാനന്തരമുള്ള, അങ്ങനെയാണ് അതിൻ്റെ ഒരു വിശ്വാസം. കെ.പി. രാമനുണ്ണി തൻ്റെ എഴുത്തിലും ജീവിതത്തിലും മുസ്ലിം സംസ്കാരത്തിലൂടെ സഞ്ചരിക്കുന്ന എഴുത്തുകാരനാണ്. ഇവരുടെയൊക്കെ പ്രത്യേകത അതാണ്. അതും ഒരു പാരമ്പര്യമാണ്. ഭാസ്കരൻ മാഷ പോലെ അദ്ദേഹത്തിന് ജന്മം നൽകിയ പൊന്നാനിയുടെ മറ്റൊരു പുത്രനായ PC കുട്ടിക്കൃഷ്ണൻ എന്ന ഉറൂബിനെ പോലെ, എടശ്ശേരിയെ പോലെ, ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ മഹാന്മാരായിട്ടുള്ള സന്തതികളാണ്. അപ്പോൾ ഖബർ എന്ന ഭയങ്കര, അതാണ് അതിലെ ശക്തി. ഖബർ ഒരു ഭയങ്കര വീടാണ്. അവിടെ ചെന്ന് കിടക്കുകയാണ്. ഒരു ഇടുങ്ങിയ വീടാണ്, കാടാണ്. അത് സാധാരണ വീട്ടിലെ ശാന്തിയും സമാധാനമൊന്നും അവിടെ പ്രതീക്ഷിക്കാവതല്ല. അവിടെ പ്രതീക്ഷിക്കാവുന്ന ഒരേ ഒരു ശാന്തിയും സമാധാനവും ആ പോയി കിടക്കുന്ന വ്യക്തിയുടെ ഐഹിക ലോകത്തെ സൽക്കർമ്മങ്ങളും വിശ്വാസ പ്രമാണങ്ങളും കർമ്മങ്ങൾ പുണ്യങ്ങൾ മാത്രമാണെന്നാണ്. അങ്ങനെയാണത്. അപ്പം ആ ഒരു സംസ്കാരത്തിൻ്റെ ധാര നോക്കൂ നിങ്ങൾ. ബാലകൃഷ്ണൻ മാഷക്ക് വരെ പെട്ടെന്ന് അതിൻ്റെ പിന്നിലൊരു പൊരുളുണ്ട്. എന്തിനും ഒരു പൊരുളുണ്ട്. എന്തിനേയും അണിയിച്ചൊരുക്കുന്ന ഒരു സാംസ്കാരികമായ പശ്ചാത്തലമുണ്ട്. അതിൽ നിന്ന് അതിനെ അടർത്തിയെടുക്കലല്ല പുരോഗമനം. അതിൽ തന്നെ അതിനെ നിലനിർത്തിക്കൊണ്ട് പുത്തൻ ശീലുകളിലേക്കും ഇശലുകളിലേക്കും ഭാവങ്ങളിലേക്കും കടന്നു പോകുന്നതാണ് പുരോഗമനം. അതാണ് അവരൊക്കെ തെളിയിച്ചിട്ടുള്ളത്. ഇന്നത്തെ ചില പാട്ട് നമ്മളെ നിരാശപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. ഇന്ന് ആർക്കാ പാട്ട് വേണ്ടത്? ആർക്ക് വേണം പാട്ട്? ഇന്നത്തെ സിനിമക്ക് പാട്ട് വേണ്ട. പാട്ട് വളരെ കുറഞ്ഞു. യേശുദാസും ജയചന്ദ്രനൊക്കെ ഇന്ന് പാട്ട് പാടി. ജയചന്ദ്രൻ വിട പറഞ്ഞു. ദാസേട്ടൻ വളരെ ആരോഗ്യവാനായിട്ട് ജീവിച്ചിരിക്കുന്നു. ഞാൻ കഴിഞ്ഞൊരു ദിവസം 1 മണിക്കൂർ അദ്ദേഹത്തോട് രാത്രി സംസാരിച്ചു. ഒരു 2-3 ദിവസം മുമ്പ് ടെലഫോണിൽ പഴയതൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പം അവരൊക്കെ പിന്നെ വിശ്രമം. അല്ലെങ്കിലും ആർക്ക് വേണം ഇന്ന് ആ പാട്ട്? ഇന്ന് സിനിമയിൽ ഇങ്ങനെ അറുത്ത് വെട്ടി മുറിക്കുകയാണ്. പണ്ടൊക്കെ സിനിമയിൽ വയലൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനല്ല, അറുത്തിട്ട് ഇങ്ങനെ വെട്ടി മുറിച്ച് മാംസം ഇങ്ങനെ വെട്ടി മുറിക്കുന്ന വയലൻസാണ്. അവിടെ എന്ത് സംഗീതം? വയലൻസ് ഉള്ളയിടത്ത് മ്യൂസിക് ഉണ്ടാവുകയില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. രണ്ടും കൂടി ഒരു സ്ഥലത്ത് നിൽക്കില്ല. കാവ്യകല ഹിംസാത്മകതക്ക് ഒരിക്കലും വിധേയപ്പെടുകയില്ല. കാവ്യകലയും സംഗീതവും ഒക്കെ സമാധാനത്തോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്. ആ സമാധാനത്തെ പരിപോഷിപ്പിക്കുന്ന ബഹുസ്വരതയാണ് നമുക്ക് പടുത്തുയർത്താൻ സാധിക്കേണ്ടത്. അതിനെയാണ് നമ്മൾ പരിരക്ഷിച്ചു പോന്നിട്ടുള്ളത്. അതാണ് ഈ കാണുന്നത്. അതാണ് കേരള മാപ്പിള കലാ അക്കാദമിയുടെ സംഭാവന. ഈ മഹാന്മാരായ കലാകാരന്മാരൊക്കെ, ഗായകന്മാർ, എഴുത്തുകാരൊക്കെ വേണ്ട പോലെ ആദരിക്കപ്പെടാതെ പോയത് അന്ന് മാപ്പിള കലാ അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ ഇല്ലാതെ പോയതാണ് എന്ന് വെളിവാക്കുന്ന ചടങ്ങാണ് നിങ്ങളിവിടെ നടത്തുന്നത്. ആദരിക്കേണ്ടവരെ ആദരിക്കണം. അതാവശ്യമായിട്ടുള്ള കാര്യമാണ്. അവരൊക്കെ നമ്മുടെ അല്പമൊന്നുമല്ല അവരിതിനെ സജ്ജമാക്കിയിട്ടുള്ളത്. വിവിധ ഭാഷകളിലൊക്കെ ചേർന്നുകൊണ്ടുള്ള മേള, വിവിധ സംഗീതോപകരണങ്ങൾ ഒക്കെ ചേർന്നുകൊണ്ടുള്ള മേളക്കൊഴുപ്പാണ്. അവർ ഭക്തി പാടുകയാണെങ്കിൽ അതിൽ ഭക്തി ഉണ്ടാവും. അവർ സ്നേഹത്തെക്കുറിച്ച് പാടുകയാണെങ്കിൽ അതിൽ സ്നേഹമുണ്ടാവും. അവർ ദുഃഖം പാടുകയാണെങ്കിൽ അതിൽ ദുഃഖമുണ്ടാകും. അല്ലാതെ ഭക്തി പാടുകയാണെങ്കിലും ചാടിക്കളി, ശോകഗാനം പാടുകയാണെങ്കിലും മൈക്കൊക്കെ എടുത്തിട്ട്. ഈ അടുത്ത ദിവസം ഞാനൊരു മിമിക്രി കണ്ടു. പാട്ട് പാടുകയാണ്. പുതിയൊരു സ്റ്റൈലുണ്ടല്ലോ ഈ പാശ്ചാത്യ മ്യൂസിക്കിൻ്റെ. ഈ മൈക്ക് ഇങ്ങനെ എടുത്തിട്ടാണ്, പാവം മൈക്ക്, മിമിക്രിയാണ്. അവസാനം അങ്ങ് പാടിയിട്ട് ഈ സാധനം, ഈ മൈക്ക് മുമ്പിൽ ഇത് പിടിച്ചിട്ട് ഇതിന് നിക്കക്കള്ളില്ലാതായി മൈക്കിന്. എവിടുന്ന് വന്നതാണ് ഇത്ര വലിയ അഗ്രഷൻ?
മ്യൂസിക്കിലേക്ക് അഗ്രഷൻ എങ്ങനെ കടന്നു വരുന്നു? എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സംഗീത സംവിധായകൻ പറഞ്ഞു, നന്നായി പാട്ട് ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്, ആൾ വളരെ വിദഗ്ധനാണ് സിനിമാ ലോകത്ത്. അദ്ദേഹത്തോട് ആ സിനിമ എടുത്തവർ പറഞ്ഞു, കുറച്ചൊന്ന് അഗ്രസീവ് ആകണം മ്യൂസിക്. ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ, കുറച്ചൊരു നിങ്ങൾ ഈ ശാന്തമായിട്ടുള്ളതൊന്നും ഒരു മ്യൂസിക് ഒന്നും കൊടുക്കരുത്, ഒന്ന് അഗ്രസീവ് ആകണം. ഒന്നിങ്ങനെ കേൾക്കുമ്പോൾ ഒരു കസേരമ്മക്കാർ ഡാൻസ് ചെയ്യാൻ തോന്നണം പാട്ട് വെക്കുമ്പോൾ. അല്ലാതെ നിങ്ങളിങ്ങനെ, ഞാൻ എത്രയോ ഗസൽ ഗായകരുമായിട്ട് ബന്ധമുള്ള ആളാണ്. ജഗ്ജീത് സിംഗ്, പങ്കജ് ഉദാസ്, ഗുലാം അലി, ഹരിഹരൻ. പങ്കജ് ഉദാസ് അടുത്ത കാലത്ത് ഇവിടം പറഞ്ഞു എനിക്ക് വളരെ അടുപ്പുണ്ടായിരുന്നവരാണ്. ഞാൻ ഇവരുടെയൊക്കെ ചില ഗസൽ കച്ചേരികളിൽ പോവുക മാത്രമല്ല, ചിലത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പങ്കജ് ഉദാസിൻ്റെ ഒരു ഗസൽ കച്ചേരി ഞാനാണ് ഇൻട്രൊഡക്ഷൻ നിർവഹിച്ചത്. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല കസേരയിൽ നിന്ന് പോലും ഇളകുന്ന ആളുകളെ. ലോകത്തെ മഹത്തായ സംഗീതമാണ് ഗസൽ. ഒരു ഇരിപ്പാണ്, പാട്ടങ്ങനെ ഒഴുകുന്നുണ്ടാവും, അവരങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇടയ്ക്ക് ഏറിയാൽ വാ 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 ക്യാ ബാത് ഹൈ, എന്തൊരു വർത്താനാണ് ഈ പറഞ്ഞത്. അതാണ് അവരെ പരമാവധി, അതാണ് അതിൻ്റെ അങ്ങേയറ്റം. ക്യാ ബാത് ഹൈ, ക്യാ ബാത് ഹൈ. ഓ, എന്താ ഈ കേൾക്കണത്? അവരെ ഉള്ളുണരുന്ന ആനന്ദമാണ് സംഗീതം, അല്ലാതെ അടിച്ചുപൊളിയല്ല. ഇന്ന് വാക്ക് തന്നെ മാറ്റി അടിച്ചു പൊളിക്കടാ, തകർക്കടാ. പാട്ട് പാടാൻ പോകുന്നൊരു കുട്ടിയോട് ഇതൊന്നുമല്ല, മെലഡിയാണ്, സാന്ത്വനമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അവസാനിപ്പിക്കുകയാണ്. ഒരു കുട്ടിയെ ആദരിക്കാൻ പോയി കുന്നംകുളത്ത്. ഈ കുട്ടി വയലിനിസ്റ്റാണ്, മുനീർ സാഹിബ്. ഈ കുട്ടി വൈറലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ, ഏതും അവൾ വായിക്കും. ഇത്രയുള്ള കുട്ടി ഗംഗമോൾ, ഗംഗാ ശശീന്ദ്രൻ. ഈ കുട്ടിയെ അല്ലെങ്കിൽ തന്നെ എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന കുട്ടിയാണ്. ഈ കുട്ടിയുടെ കയ്യിൽ വയലിൻ അങ്ങ് കൊടുത്താൽ മതി, രാഗം പറഞ്ഞു കൊടുത്താൽ മതി, കുട്ടി വായിക്കും. ലക്ഷക്കണക്കിന് ശ്രോതാക്കളാണ് ഈ കുട്ടിക്ക് സോഷ്യൽ മീഡിയയിലുള്ളത്. അപ്പം ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു, വെറുതെ ഒരു കൗതുകത്തിന്, മോള് ഞാൻ പറയണത് വായിക്കോ? ഞാൻ ഒരു കർണാടക സംഗീത രാഗം പറയാം, പിന്നെ ഒരു ചലച്ചിത്രഗാനവും പറയാം, പഴയത്. ഇത് രണ്ടും അവള് വായിക്കുന്നതല്ല എന്ന് അവൾ എന്നോട് പറഞ്ഞു. എന്തൊരു മഹാനുഭാവലു! ത്യാഗരാജ ഭാഗവതരുടെ പ്രസിദ്ധമായ കീർത്തനമാണ്. ഒന്ന് ഞാൻ അതാ പറഞ്ഞത്. അവളത് ഭംഗിയായിട്ട് വായിച്ചു. പലരും പാടിയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള കർണാടക സംഗീതത്തിലെ കീർത്തനമാണത്. എന്തൊരു മഹാനുഭാവലു! എത്ര വലിയ മഹാന്മാരാണ് വന്നിരിക്കുന്നത് ത്യാഗരാജ ഭാഗവതർ ചോദിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള കീർത്തനമാണ്. മറ്റൊന്ന്, ഞാൻ ഒരു പഴയ പാട്ട് പറഞ്ഞു കൊടുത്ത് ഈ കുട്ടിക്ക്. ഈ കുട്ടി പറഞ്ഞു, ഞാനത് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഞാൻ എവിടെ വായിച്ചിട്ടില്ല. അപ്പോൾ ബുദ്ധിമുട്ടാവോ ഞാൻ ചോദിച്ചു. അതൊക്കെ എൻ്റെ തലയിലുണ്ട് എന്ന് പറഞ്ഞു. ആ കുട്ടീനോട് പറഞ്ഞ മറുപടിയാണ്, അതൊക്കെ എൻ്റെ തലയിലുണ്ട്. മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീയന്മടി നീളേ ആരിരോ ആരിരാരോ. യേശുദാസും ജാനകിയും ഒരുപോലെ പാടിയ പാട്ടാണ്. അത് എങ്ങനെ തലയിലില്ലാതിരിക്കുക? നോക്കൂ നിങ്ങൾ, കേൾക്കുമ്പോൾ മനുഷ്യൻ അവിടെ അടങ്ങും, പൊന്തൂല. ഇന്ന് ചിലത് കേൾക്കുമ്പോൾ അപ്പം പൊന്താണ്. യേശുദാസിൻ്റെ ഒരു പാട്ട് കേട്ടിട്ട് ഒരാൾ, നേരത്തെ ആത്മഹത്യ ചെയ്യാൻ ഉറച്ച ഒരാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ ദാസേട്ടൻ്റെ പാട്ട് ഇങ്ങനെ കേട്ടുന്നാണ്, ഒരു വാതിലടഞ്ഞാൽ 9 വാതിൽ തുറക്കുന്നു. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യന് തോന്നി, എൻ്റെ ഒരു വാതിലല്ലേ അടഞ്ഞിട്ടുള്ളൂ, അതിനെന്തിനാ ഞാൻ പോയിട്ട് മരിക്കണത്? ആത്മഹത്യക്കുള്ള പരിപാടി ഉപേക്ഷിച്ച് മടങ്ങിപ്പോകുന്നതാണ്. ഇന്ന് ചില പാട്ട് കേട്ടാൽ തോന്നി ഇപ്പം തന്നെ ആത്മഹത്യ ചെയ്താൽ മതിയെന്ന്. അടിച്ചുപൊളി. പക്ഷെ ഒരു സുഖമുണ്ട്. ഞാൻ പുതിയ പാട്ടിന്, പുതിയതൊക്കെ മോശമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, പുതിയതിൽ ഒരുപാട് നല്ലതുണ്ട്. പുതിയ ചില പാട്ടൊക്കെ ഇറങ്ങിയെന്ന് എന്നോട് ആരെയും പറഞ്ഞാൽ ഞാൻ പറയും ഇങ്ങനെ 3 മാസത്തെ ആയുസ് പ്രതീക്ഷിച്ചാൽ മതിയെന്ന്. പിന്നെ അതിനെക്കുറിച്ച് എവിടെയും കേൾക്കുകയില്ല. ശാശ്വതികത്വത്തിൻ്റെ മുദ്ര ചൂടാനുള്ള സൗഭാഗ്യം അത്തരം താൽക്കാലിക നീർക്കുമിളകൾക്കില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് നാം കലയെ സാക്ഷാത്കരിക്കുന്നത്.
പ്രിയപ്പെട്ടവരെ, ഇത്രയും പറഞ്ഞുകൊണ്ട് മനീർ സാഹിബിന് പരിപാടികൾക്ക് പോകാണ്ട്. മാപ്പിളപ്പാട്ട് അതിനെ ആഘോഷിക്കുന്ന മാപ്പിള കലാ അക്കാദമിക്കെല്ലാം നന്മകളും നേർന്നുകൊണ്ട് PHന് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഒരു മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണിച്ചു തന്ന, ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ണിന് കാഴ്ചയുണ്ടായ ഒരു മനുഷ്യൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും അതിനോടൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട PH, അതേമാതിരി വേറൊരാളും കൂടി ഞാൻ അനുസ്മരിക്കും. അദ്ദേഹത്തെ നിങ്ങൾ അനുസ്മരിച്ചു. നമ്മുടെ ഈസക്കയുടെ പേരിലും നിങ്ങളിവിടെ, ഇവരൊക്കെയാണ്, അവരൊക്കെ മനസ്സാണ്. കാരണം മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ അതിന് മാദകത്തുണ്ട്. മാപ്പിളപ്പാട്ടിൻ്റെ മാദകക്കനി കൊണ്ട് മനുഷ്യനെ മയക്കണതാര്? ജയചന്ദ്രൻ്റെ പാട്ടാണ്. ചന്ദനക്കാട്ടിലെ പെണ്ണ് ആ കനി പൂക്കനി തട്ടിത്തെറിപ്പിച്ചിട്ടമ്മാനമാടണതാര്? സുൽത്താൻ, നിന്റെ സുൽത്താൻ. ജയചന്ദ്രൻ പാടിയതാണ്. അപ്പം അതിൽ പറഞ്ഞത് മാപ്പിളപ്പാട്ടിൻ്റെ മാദക കനി എന്നാണ്. മയക്കണ കനി. എല്ലാവരും സമ്മതിക്കും, ഒരു മയക്കുമരുന്നിൻ്റെ ആവശ്യമില്ല മാപ്പിളപ്പാട്ടുള്ളയിടത്ത്, ഒരു ഡ്രഗും ആവശ്യമില്ല. മാപ്പിളപ്പാട്ടിൻ്റെ മാദക കനി കൊണ്ട് എന്തൊക്കെയാ അവർ എഴുതി വെച്ചത്? മയിൽപീലി. അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ മയിൽപീലി എന്ന് പറഞ്ഞാൽ തന്നെ, ഞാൻ മുമ്പ് പത്രപ്രവർത്തനം നടത്തിയിരുന്ന കാലത്ത് മുനീർ സാഹിബിൻ്റെ ബാപ്പ മഹാനായ CH ചീഫ് എഡിറ്ററായ കാലത്ത് CHൻ്റെ കീഴിൽ പ്രവർത്തിക്കണം എന്നുള്ള ഒറ്റ മോഹം കൊണ്ട് പത്രക്കാരനായ ആളാണ് ഞാൻ. ചെറിയ ശമ്പളത്തിന് ആ ജോലിക്ക് ഞാൻ പോയി. എൻ്റെ MA കഴിഞ്ഞിട്ട് CHനെ, ഇപ്പോൾ CH ഇങ്ങനെ രാജാവിനെ പോലെ കയറി വരും ചന്ദ്രിക പത്രത്തിലേക്ക്. അതായിരുന്നു എൻ്റെ കിനാവ്. ഇന്നും അതാണ് കിനാവ്. അതായിരുന്നു ആ കാലം. അപ്പോൾ എന്നോടൊരു സുഹൃത്ത് പറയും, എന്തേലും വാർത്ത എഴുതുമ്പോൾ രസത്തിന്, മുനീർ സാഹിബ് കുറച്ച് മയിൽപ്പീലി കിടന്നോട്ടോ എന്ന് എഴുത്തിൽ, ഒന്ന് കോമളായിക്കോട്ടെ എന്ന്. എന്തെങ്കിലും ലേഖനമൊക്കെ എഴുതുമ്പോൾ നമ്മളൊരു സീനിയറായൊരു എഡിറ്റർ ഉണ്ടായിരുന്നു. മയിൽപ്പീലി കണ്ണ് കൊണ്ട്, ബാക്കി കൽബിൻ്റെ കടലാസിൽ മാപ്പിളപ്പാട്ട് കുറിച്ചവനെ, പാട്ടിൻ്റെ ചിറകിന്മേൽ പരിമളം പൂഷണ പനി നീർപ്പൂവിൻ്റെ പേരെന്ത്? മൊഹബത്ത്. ആ വാക്കിനെ കൊണ്ടുവന്നത് മാപ്പിളപ്പാട്ടാണ്. അതിൻ്റെ പേരിൽ തന്നെ മാപ്പിളപ്പാട്ട് ഗാനശാഖക്ക് എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ശ്രീ കെ പി രാമനുണ്ണി അദ്ദേഹത്തെ പോലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ ബന്ധപ്പെട്ടിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, എഴുതിക്കൊണ്ടേയിരിക്കുന്നു. സജീവമായ പ്രതിഭയാണ്, ക്ഷതമേൽക്കാത്ത പ്രതിഭയാണ്. പൊന്നാനി മണ്ണിൻ്റെ പശിമയുള്ള മൈത്രിയുടെ എക്കാലത്തെയും തേജസ്സുറ്റ സന്താനവും പ്രതിനിധിയുമാണ് ശ്രീ കെ പി രാമനുണ്ണി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഇവിടെ ആദരിക്കപ്പെട്ടവരൊക്കെ ദീർഘായുഷ്മാന്മാരും ദീർഘായുഷ് മതികളുമായി എന്നെന്നും ഇരിക്കട്ടെ. അവർക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവരിനിയും എഴുതട്ടെ. ബാപ്പൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ആ എഴുത്തിനൊരു ഒരിക്കലൊരു ക്ഷതം, ഒരു ക്ഷീണം പറ്റുന്നില്ല. ഏത് സംഗതി പറഞ്ഞാലും അപ്പോൾ എഴുതുന്ന നൈമിഷികമായിട്ടുള്ള കവിത്വം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവരെല്ലാവർക്കും അനുമോദനങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാം നമുക്ക് ഒന്നിച്ച് സഹവർത്തിത്വത്തിലും മൈത്രിയിലും ജീവിക്കാൻ ഇതെന്നൊക്കെ പഠിച്ച പാഠങ്ങളെ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ഹലോ